ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വർക്കലക്കാരൻ ടെക് ട്രാവൽ. ഇന്ന് നമ്മൾ വന്നത് ഒരു ഫുഡിന്റെ പരിപാടിയായിട്ടാണ് വന്നത്. ഒരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അത് പരീക്ഷണമാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. നമുക്കെന്നാ വർക്ക്ഷോപ്പിലോട്ട് പോവാം. കമോൺ. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കൊന്നാ ഈ ചിക്കൻ ഒന്ന് ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം. 4 കിലോ ചിക്കനുണ്ട്. അത് 2 പ്രാവശ്യം കഴുകിയതാണ്. ഇവിടെ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ചിക്കൻ എന്താ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. നമ്മുടെ ബിരിയാണി പീസിന്റെ വലിപ്പത്തിന് കട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് നമുക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതെല്ലാം നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു തൈര് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അത് നമുക്കൊരു നാരങ്ങയുടെ വലിയ നാരങ്ങയാണ്, അതുകൊണ്ട് അതിന്റെ പകുതി ഒഴിച്ചാൽ മതി. ഒരു 4 മണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യാനായിട്ട് 4 മണിക്കൂർ വെച്ചേക്കണം മിനിമം. രാത്രി മൊത്തം രാവിലെ ചെയ്യുന്നവർക്കാണെങ്കിൽ രാത്രി മൊത്തം വെച്ച് കഴിഞ്ഞാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം. 250 ഗ്രാം മൈദ. അതിൽ ഒരു മൈദ എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ കോൺഫ്ലോർ ചേർക്കാവൂ. കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓട്സ് ചേർക്കാം. ഓട്സ് അത് ഈ ഫ്രൈഡ് ചിക്കൻ്റെ പുറത്തൊരു ലെയർ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്സ് ചേർക്കുന്നത്. ഓട്സ് ചേർക്കാം. ഇനി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ചേർക്കാവൂ. ഉപ്പ് കുറച്ച് ചേർത്തു. നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ചില്ലി ചേർക്കുന്നത്. ശകലം ഒരു എരിവും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ശകലം നമ്മുടെ ഗരം മസാല, സാധാ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, മിക്സായി.
വെക്കുന്നത്. ഉരുളിയല്ല, ഒരു ചീനിച്ചട്ടി. സോറി, ഒന്ന് ചൂടാവട്ടെ. ഭയങ്കര കാറ്റ്. ചൂടാകാൻ ഇഷ്ടമില്ല. ഒരു 6 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നല്ലോണം ആയിട്ടില്ല. ചട്ടി ചൂടായി. ചട്ടി ചൂടായി. നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചധികം ചിക്കൻ ഉള്ളത് കൊണ്ട് ചൂടാവാൻ വേണ്ടി കാത്തിരിക്കാം. 4 മണിക്കൂർ നമ്മൾ വെച്ചിരുന്ന ചിക്കനാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം നേരത്തെ പറയാൻ മറന്നുപോയി. ഈ ചിക്കൻ നമ്മൾ ഈ പീസെല്ലാം ഇവിടെ ഇങ്ങനെ എല്ലാം വരിഞ്ഞു കൊടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാം നമ്മുടെ മിശ്രിതങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കയറി നല്ല ടേസ്റ്റ്, പെട്ടെന്ന് വേവാനും നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആ മുട്ട അടിച്ചത് ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത മിശ്രിതം ഇവിടെയുണ്ട്. നമ്മൾ പണി തുടങ്ങുകയാണ്. നമ്മുടെ ചിക്കൻ ആദ്യം നമ്മുടെ ഈ മിശ്രിതത്തിലോട്ടിട്ട് ഫുള്ളൊന്ന് ആ ഒരു ലെയർ അതിനകത്ത് വരുത്തുക. അതിനുശേഷം നമ്മൾ ഈ മുട്ടയിനകത്തുകൊണ്ടിട്ട് എടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഫുള്ളൊന്ന് ലെയറാക്കി നമുക്ക് നമ്മുടെ എണ്ണയിലോട്ടിടാം. ചൂടാൻ തോന്നുന്നു. ചൂടാ. ഇനി കാത്തു നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എണ്ണ നമ്മൾ പറയുന്ന കേൾക്കത്തില്ല. പലതും പല വേവായി പോകും. അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ ഫ്രൈഡ് ചിക്കൻ എണ്ണയിൽ കിടന്ന് തിളക്കുകയാണ്. പണിയാണ്. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി വളരെ കുറച്ച് മതി. ആദ്യം ചട്ടി ചൂടായി 10-20 മിനിറ്റ് കിടന്ന് വേണം, എന്നാലേ ഫുള്ള് വേവത്തുള്ളൂ. ഒരു സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവീൺ എന്നാണ് പേര്. പുള്ളി നിന്ന് മുന്നേ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലതുപോലെ അറിയാം. തീർച്ചയായും നമ്മളിതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കുക. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം നമ്മളിതിന് ആദ്യം വേണ്ടത് നമുക്ക് പാകത്തിന് ഈ സാധനം പൊരിച്ച് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാകത്തിനുള്ള രീതിയിൽ നമുക്കിത് കോരി മാറ്റാൻ പറ്റുന്നത്, ഇളക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പാത്രങ്ങൾ, പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ഫ്രൈ പാൻ പോലുള്ള പാത്രങ്ങളായിരിക്കും ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ്റെ പാകത്തിന്റെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഈ തരത്തിലുള്ള പാത്രങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് എണ്ണയിൽ നമ്മൾ എല്ലാവരും വളരെ മിച്ചം പിടിക്കുന്നവരാണ്. എങ്കിലും ഫ്രൈഡ് ചിക്കൻ ഈ എണ്ണയിൽ മുങ്ങി പൊരിഞ്ഞെടുക്കാനുള്ള
ഒരു എണ്ണയെങ്കിലും തരത്തിലുള്ള എണ്ണയെങ്കിലും നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിരിക്കണം. പാത്രത്തിൽ നിറഞ്ഞു നിൽക്കണം. അത്രയും വലിയൊരു പാത്രം തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഈ തരത്തിലുള്ള ഒരു ഫ്രൈ പാൻ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഈ തരത്തിലുള്ള ഒരു കുറച്ചുകൂടി ബെറ്റർ ആണ്. ബെറ്റർ ഇതായിരിക്കും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഇതിന്റെ ഓരോ പീസുകളും നമുക്ക് തിരിച്ചും മറിച്ചിടാനും ചിക്കൻ ഏകദേശം ഒരു തീർച്ചയായും. ഏകദേശം ഒരു പരിപാടി കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എണ്ണയും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം. നമ്മുടെ സാധനം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു റെഡ് ബ്രൗൺ കളറായി. അപ്പൊ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വലിയ ലെഗ് പീസ് ആരുടെ ചിക്കനാണ്? ഓക്കെ, അങ്ങനെ ബാക്കിയും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി കുറെ സാധനം ഇരിപ്പുണ്ട്. ഹായ്, ഏകദേശം കുറച്ച് സമയത്തെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണിക്കൂർ സംതിങ് ആയി നമ്മളിത് തുടങ്ങിയിട്ട്. രാവിലെ തുടങ്ങിയപ്പോ തന്നെ സൂര്യൻ അങ്ങ് അസ്തമിക്കാറായി. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഇവിടെ ഉണ്ട്. അവര് മയണൈസ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അവര് പറയും. സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. തീർച്ചയായും വീഡിയോ എടുക്കുന്നുണ്ട്. അജ്മലുണ്ട്. വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ റിവ്യൂ എന്ന്. അജ്മലെ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. ഇതും കൂടെ ഇരിക്കുന്നല്ലേ മുക്കി സത്യസന്ധമായിട്ട് പറയണം. നല്ല സാധനം. കുഞ്ഞു പീസ് എടുത്ത് നമുക്ക് കുഞ്ഞായിട്ട് ടേസ്റ്റ് നോക്കാം. ഇതിൽ കുഞ്ഞു പീസൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ഗതിയിൽ നിന്ന് നമ്മൾ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഈ ഫ്രൈഡ് സെന്ററിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നമുക്കതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിന്റെ ഒരു മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ഇതിലിപ്പോ കുറച്ച് ഓയിൽ ഇതിൽ ഓയിലിന്റെ കണ്ടന്റ് കുറച്ച് കൂടുതൽ നിൽക്കുകയാണ്. പക്ഷെ ആ ഓയിലിന്റെ കണ്ടന്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫ്രൈഡ് ചിക്കന്റെ ആസ്വാദ്യമായിട്ടുള്ള കാര്യം നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റും. അത് ഞങ്ങൾ ഞാനിതുവരെ കഴിച്ചില്ല. തീർച്ചയായും ഒരു ലെഗ് പീസ് തന്നെ ഞാൻ എടുത്തേ. ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും മാറായിട്ട് വെച്ചു. വ്യത്യസ്തമായിട്ടുള്ള ഇതൊന്നും ആരും അങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ പുതുതായിട്ട് അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാത്തൊരു ഐറ്റമാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് പരീക്ഷിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ഈ ഡിഷസ് തന്നെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട റിവ്യൂവും കാര്യങ്ങളും പറയുക. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയുക. അതെല്ലാം പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇനിയും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം. തീർച്ചയായും നിങ്ങൾ എല്ലാവരും കാണുക, പരീക്ഷിച്ച് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ്. ഒരു കാര്യം പറയണത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് പുതിയ വീഡിയോകൾ തീർച്ചയായും ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്കായിട്ട് തീർച്ചയായും നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഞങ്ങളുടെ തീർച്ചയായും.